പേര് അനുപമ. എൻ്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 9 or 10 years ആയിരുന്നപ്പോൾ തൊട്ട് കുക്കിംഗ് ചെയ്യുന്നതാണ്. കുക്കിങ്ങിനോട് ഇത്രയും താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേൾഡാണ്. കാരണം കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേഷൻ ഫോർ മീ. സോ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ഷെഫ്. ഇപ്പോൾ ഞാൻ ഒരു പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ഫുഡ് ഫോട്ടോഗ്രഫി ആൻഡ് സ്റ്റൈലിംഗ്. ഒരു ബ്ലോഗ് കൂടി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ I can say that my life revolves around food and cooking. അപ്പോൾ വേറൊരു ഓപ്ഷൻ എനിക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്യാനാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് ലൈം ചിക്കൻ സാലഡാണ്. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ്, ഹെൽത്തി, ഫ്രഷ് ആൻഡ് കളർഫുൾ സാലഡാണ്. ഭയങ്കര ഫൺ സാലഡാണിത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ആദ്യം വേണ്ടത് ചിക്കനെ മാരിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിക്കനെ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഗാർലിക് ഉണ്ട്, ബേർഡ്സ് ഐ ചില്ലി ഉണ്ട്. ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ കാന്താരി മുളക്, പിന്നെ കുറച്ച് ലെമൺ ഗ്രാസ്. ഇത് എല്ലാം നമ്മൾ പൗണ്ട് ചെയ്യണം. ആദ്യം പൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവറും അരോമയും എല്ലാം നല്ലോണം പുറത്ത് വരും. അതുകൊണ്ടാണ് പൗണ്ട് ചെയ്യുന്നത്. ഇത് നല്ലോണം പൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ബോളിലേക്ക് മാറ്റാം. പൗണ്ട് ചെയ്തിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്നും കൂടി പറയാം. ലെമൺ ഗ്രാസ്, കാന്താരി മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതിൽ ചിക്കൻ നമുക്കിനി ഇടാം. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹൗസിൻ്റെ കോക്കനട്ട് മിൽക്കാണ്. അതിൽ ഒരു ക്യാനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഈ മാരിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ഗ്രാസിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പിന്നെ കാന്താരി മുളക് ഇടുന്ന കാരണം സ്പൈസി ആയിരിക്കും. കോക്കനട്ട് മിൽക്കിൻ്റെ കൂടെ ഇടുന്ന കാരണം നല്ലോണം ബാലൻസ് ചെയ്ത് പോവും. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് സാലഡ്. ഓക്കെ, ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. മിനിമം ഒരു ഹാഫ് ആൻ അവർ വെക്കണം. ഇഫ് യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ 3 or 4 hours ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം നമുക്ക് സാലഡിൻ്റെ ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിന് നമുക്ക് സാലഡ് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു മൈൽഡ് ടൈപ്പ് ഓയിൽ യൂസ് ചെയ്യുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. ഒലിവ് ഓയിലും ലെമൺ ജ്യൂസാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഷ്യോ 3:1 ആണ്. 3 parts ഓഫ് ഓയിൽ, 1 part ഓഫ് ലെമൺ ജ്യൂസ്. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ ഈ സാലഡ് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഇതൊരു ഓറഞ്ച് ലെമൺ ഡ്രസ്സിംഗ് ആണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ് കൂടി ഇടാം. കുറച്ച് ഹണി. ഇത് ഫ്ലേവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ. ഇതിൽ മസ്റ്റർഡ് സോസ് ഞാൻ ഇടാനുള്ള കാരണം അത് ഇമൾസിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഒരു ഓയിൽ ആൻഡ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാലഡ് ഡ്രസ്സിങ് ആകുമ്പോൾ ഇത് ഫ്ലേവറിൻ്റെ കൂടെ തന്നെ ഇത് ഇമൾസിഫൈ ചെയ്യാൻ, കമ്പൈൻ ചെയ്യാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ മസ്റ്റർഡ് സോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്ക് സിയർ ചെയ്യാം. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിലാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തണുത്ത ചിക്കൻ ഒരിക്കലും നമ്മൾ സിയർ ചെയ്യാൻ ഇടരുത് പാനിൽ. കാരണം അത് ടഫായി പോകും ചിക്കൻ. കാരണം അത് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരും. അപ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം ചിക്കനെ സിയർ ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാം.
അപ്പോൾ പാൻ നല്ലോണം ചൂടായെന്ന് നോക്കാം. നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഇതൊരു സാലഡായ കാരണം അധികം എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് സിയർ ചെയ്യേണ്ട കാരണം കുറവ് എണ്ണ തന്നെ യൂസ് ചെയ്യാം മാക്സിമം. പാൻ നല്ലോണം ചൂടായതിന് ശേഷം ചിക്കൻ നമുക്ക് ഇടാം. അപ്പോൾ ചിക്കൻ ഒരു 3 to 4 minutes പെർ സൈഡ് നമ്മൾ കുക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, ചിക്കൻ സിയർ ആവണതിൻ്റെ ഒരു സ്മെല്ല് വരും. ഇത് റെഡി ആയോ എന്ന് എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ സൈഡ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു വൈറ്റ് ഒരു കളറ് വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. ചിക്കൻ നമുക്ക് ടേൺ ചെയ്യാം, അടുത്ത സൈഡ് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഹീറ്റിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. പിന്നെ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ചിക്കനെ സിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോ ഹീറ്റ് ആക്കാം. അപ്പോൾ അകത്തും നന്നായിട്ട് കുക്കാവും, നല്ലോണം ജ്യൂസി ആയിരിക്കും ചിക്കൻ. അടുത്ത സൈഡ് കൂടി ഒരു 5 minutes നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നല്ല കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 minutes ചിക്കനെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉള്ളിലുള്ള ജ്യൂസ് എല്ലാം ഭയങ്കര ഹോട്ടായിരിക്കും. നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പുറത്തേക്ക് വരും, ചിക്കൻ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ ചിക്കൻ ജ്യൂസി ആയിട്ട് വെക്കണം, അത്രയും ടെൻഡറായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു 5 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം കട്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ റെഡിയാണ്. അപ്പോൾ അടുത്ത സൈഡ് ഓൾമോസ്റ്റ് നല്ല കളറ് വന്നിട്ടുണ്ട്. ചിക്കനെ ഒരു 5 minutes റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ സ്ലൈസ് ചെയ്യുക. ഞാനിപ്പോൾ ലോങ് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സാലഡിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയതിന് ശേഷം നമുക്ക് സാലഡിനെ നമുക്ക് അസംബിൾ ചെയ്യാം. അതിന് സാലഡ് ഡ്രസ്സിങ് എല്ലാത്തിലും മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാം കൂടിയും ഒരുമിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. കാരണം സാലഡ് ഗ്രീൻസ് ഇതിൽ യൂസ് ചെയ്യുന്നത് അത് വിൽറ്റായി പോവും, അതായത് പെട്ടെന്ന് അത് വാടിപ്പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജെൻറ്റിൽ ഹാൻഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും മിക്സ് ചെയ്യാൻ. ഭയങ്കര കെയർഫുള്ളായിട്ട് സാലഡ് മിക്സ് ചെയ്യുക. അപ്പോഴാണ് സാലഡ് നല്ല ഫ്രഷ് ആൻഡ് കളർഫുള്ളായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലം ആണ്. പ്ലം സാലഡിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിലൊരു നല്ലൊരു ഫ്ലേവറാണ്. ആക്ച്വലി എപ്പോഴും നമ്മൾ ക്യാരറ്റ്, ക്യൂക്കമ്പർ അല്ലെങ്കിൽ അനിയൻസ് യൂസ് ചെയ്ത് ബോറായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു വെറൈറ്റി ആയിരിക്കും. ഒരു ചേഞ്ചിന് ഇത് എപ്പോഴും യൂസ് ചെയ്യാം. കുറച്ച് ചെറി ടൊമാറ്റോസ് ഇടാം. ചെറി ടൊമാറ്റോസ് ഇട്ടതിന് ശേഷം നമുക്ക് യെല്ലോ പെപ്പേഴ്സ് ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോറിൽ എന്താണ് കിട്ടണതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഇതിൽ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കുരുവും തൊലിയും ഒന്നും ഇല്ലാണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് ബെൽ പെപ്പേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ്സിങ് അധികം ഓവറായിട്ട് യൂസ് ചെയ്യരുത്. കാരണം സാലഡ് ഭയങ്കരമായിട്ട് ഓയിലി അല്ലെങ്കിൽ വാട്ടറി ആയി പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാലഡ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് സാലഡ് ഗ്രീൻസ് മിക്സ് ചെയ്യാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന സാലഡ് ഗ്രീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ബർഗ് ലെറ്റസ്, ലോലോ റോസോ ആൻഡ് കോസ് ലെറ്റസ്. അപ്പോൾ ഇതിൽ കുറച്ച് വലുതായിട്ടുള്ള പീസ് കൈ കൊണ്ട് മുറിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കഴിക്കാനുള്ള കംഫർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അത് മുറിക്കാം കുറച്ച്. പക്ഷെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ലീവ്സ് യൂസ് ചെയ്യുക. കാരണം അത് എത്ര ക്വാളിറ്റി പ്രോഡക്റ്റാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന അതനുസരിച്ചിട്ടുള്ള സാലഡിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡ്രസ്സിങ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സാലഡ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം സാലഡിൻ്റെ ഡ്രസ്സിങ് ഒഴിക്കുക. ഡ്രസ്സിങ് ഒഴിച്ചതിന് ശേഷം കുറേ നേരം വെച്ചിട്ട് ഒരിക്കലും സാലഡ് സെർവ് ചെയ്യരുത്. കാരണം അതിൻ്റെ ഫ്രഷ്നെസ് എല്ലാം പോവും. ഇതിപ്പോൾ ജെൻറ്റിലായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സാലഡ് അസംബിൾ ചെയ്യാം.
നമ്മൾ ആദ്യം മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുക്കാം. കാരണം ഇത് സാലഡ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് വരാൻ കുറച്ചുകൂടിയും നല്ലതായിരിക്കും. അപ്പോൾ സാലഡ് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് ഉണ്ടാവും, അപ്പിറ്റൈസിങ് ആയിരിക്കും. അപ്പോൾ ഇനി സാലഡ് ഗ്രീൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാരിനേഷൻ്റെ സമയത്ത് ഡബിൾ ഹോസിൻ്റെ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്ത കാരണം നല്ലൊരു ഫ്ലേവറും അരോമയും ഉണ്ട്. കാരണം കോക്കനട്ട് മിൽക്ക് വാസ് വെരി തിക്ക്, ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. ചിക്കൻ ഇട്ടതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കുറച്ച് മേളിലിടാം, കളർഫുൾ ആയിരിക്കും. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം മേളിൽ കൂടെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സീഡ്സ് നിങ്ങൾക്ക് ഇടാം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന റോസ്റ്റഡ് പംകിൻ സീഡ്സ് ആണ്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഹെൽത്ത് റീസണിൻ്റെ കൂടെ തന്നെ ഒരു ടെക്സ്ചർ, ക്രഞ്ചി ടെക്സ്ചർ കൂടി കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യാന്നുള്ളത്. നമ്മുടെ കോക്കനട്ട് ലൈം ചിക്കൻ സാലഡ് റെഡിയാണ്. ഡെഫിനറ്റ്ലി വീട്ടിലിത് ട്രൈ ചെയ്യുക. കാരണം ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി, ഫൺ ആൻഡ് കളർഫുൾ സാലഡാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.